മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPI ഫോർട്ട് കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതിവൃക്ഷം നട്ടു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPI ഫോർട്ട് കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിവൃക്ഷം നട്ടു. ഫോർട്ട് കൊച്ചി കടപ്പുറത്താണ് സ്മൃതി വൃക്ഷം നട്ടത്. അന്തരിച്ച CPI നേതാവ് TM അബുവിന്റെ പേരിലുള്ള സ്മൃതിവൃക്ഷമാണ് നട്ടുപിടിപ്പിച്ചത്. ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകൻ MM ബഷീർ നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി KB സലാം അധ്യക്ഷത വഹിച്ചു. ആദിവാസികളെ ആ രംഗത്തു നിന്നും പിടിതെറിയപ്പെടുന്നു. നമ്മൾ ഈ ദിനം ആചരിക്കുമ്പോൾ ഒരു പരിസ്ഥിതി കേവലം ഒരു പരിപാടിയായിട്ടല്ല മാറ്റുന്നത്. പകരം മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യർക്കാകെ ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങളുമാണ്. ഇപ്പോൾ നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനങ്ങളെല്ലാം സംഭവിക്കുന്നത് പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും പരിഹാരമുണ്ടാക്കേണ്ടിയുമാണ്. പക്ഷേ സാമ്രാജ്യത്തിൻ്റെ വരവോടുകൂടി അവരാകെ കോർപ്പറേറ്റ് ഏജൻസികൾ നമ്മുടെ രാജ്യത്തെ കടലും മണ്ണും വനവുമെല്ലാം നമുക്ക് അന്യമാക്കുന്ന സമയം സ്വീകരിക്കപ്പെടുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയായിട്ടാണ് ഇന്ന് CPI ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. ഫോർട്ട് കൊച്ചി ലോക്കൽ നടക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അബ്ബാസ്, AIVF ജില്ലാ കമ്മിറ്റി അംഗം PK ഷിഫാസ്, KH ഹനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്മൃതി വൃക്ഷം നടന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് MN സ്മാരകത്തിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം നിർവഹിച്ചു കഴിഞ്ഞു. എല്ലാ ലോക്കൽ ബ്രാഞ്ച് ഘടകങ്ങളിലും മണ്ഡലം കമ്മിറ്റി തല ഉൾപ്പെടെ ജില്ലാതല ഉൾപ്പെടെയുള്ള മുഴുവൻ കമ്മിറ്റികളും സ്മൃതിവൃക്ഷം, അതായത് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്മൃതിവൃക്ഷം നടന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്മൃതിവൃക്ഷ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ സംസാരിക്കുന്നത് ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.